സോ വാട്ട് വി ആർ ലുക്കിംഗ് അബൌട്ട് അല്ലേ, എന്തൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്? ഡിഫറെൻറ്റ് മില്ലിങ് മെഷീൻസ് അല്ലേ. മില്ലിങ് മെഷീനാണ് നമ്മൾ 4th മോഡ്യൂളിൽ പഠിക്കുന്നത്. ആൻഡ് ഹാവ് ബീൻ ഗോൺ ത്രൂ types of milling machines, different parts of a milling machine. Then we have studied different milling cutters, work holding devices, tool holding devices അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി സം മില്ലിങ് ഓപ്പറേഷൻസിനെ പറ്റിയിട്ടാണ്. ഓപ്പറേഷൻസ് ഇൻ ദ സെൻസ് ഡിഫറെൻറ്റ് മില്ലിങ് ഓപ്പറേഷൻസ് അല്ല, മില്ലിങ് ടോട്ടൽ ടൈപ്സിൻ്റെ, അതായത് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് മില്ലിങ് ഓപ്പറേഷൻസ് വേറെയാണ്, അല്ലെങ്കിൽ 2 രീതിയിൽ മേജറായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് വേറെയാണ്. സോ മെത്തേഡ്സ് ഓഫ് മില്ലിങ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ദർ ആർ 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മില്ലിങ് എന്നാണ് പൊതുവേ പറയാറ്. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് 2 groups. One is peripheral milling and the one is phase milling. ഫേസ് മില്ലിങ്ങും പെരിഫറൽ മില്ലിങ് എന്ന് പറയുന്ന 2 മെത്തേഡ്സ് ആയിട്ടാണ് നമ്മൾ മില്ലിങ് ഓപ്പറേഷൻസിനെ കാണുന്നത്. ഇനി പെരിഫറൽ മില്ലിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്. അതായത് ടൂളിൻ്റെയും വർക്കിൻ്റെയും. ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, മില്ലിങ് കട്ടറാണ് അല്ലേ. സോ മില്ലിങ് കട്ടർ ആൻഡ് അവർ വർക്ക് പീസ്. സോ അക്കോർഡിംഗ് ടു ദ റിലേറ്റീവ് മൂവ്മെൻറ്റ്സ് ബിറ്റ്വീൻ ദിസ് 2, മില്ലിങ് കട്ടറും വർക്ക് പീസ് ഉണ്ട് അല്ലേ. സോ ദിസ് ക്ലാസിഫൈഡ് ആസ് അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്. അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്. സോ പെരിഫറൽ മില്ലിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ മെഷീൻ ചെയ്യുന്ന സമയത്ത് ഒരു മെഷീൻ്റെ സർഫേസ് ആണല്ലേ ഉണ്ടാകുന്നത്, മെഷീൻ്റെ സർഫേസ് ആണ് ഉണ്ടാകുന്നത്. കട്ടറിൻ്റെ റൊട്ടേഷൻ്റെ ആക്സിസിന് പാരലലായിട്ടുള്ള സർഫേസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെരിഫറൽ മില്ലിങ് എന്ന് വിളിക്കുന്നത്. So peripheral milling, we can say it like the operations are performed by, in peripheral milling the operations are performed by a milling cutter അല്ലേ. മില്ലിംഗ് കട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് to produce a machined surface, which is parallel to the axis of rotation of the cutter. ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കട്ടറിന് പാരലൽ ആയിട്ടുള്ളതിനാണ് നമ്മൾ പെരിഫറൽ മില്ലിംഗ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ പെരിഫറൽ മില്ലിങ്ങിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ് അല്ലേ. അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്. ഫോട്ടോ കാണിച്ചു തരാൻ പറ്റുമോ? പെരിഫറൽ മില്ലിങ് ആൻഡ് ഫേസ് മില്ലിങ്. സോ പെരിഫറൽ മില്ലിങ്ങും ഫേസ് മില്ലിങ്ങും ആണ് പറയുന്നത്. ഫേസ് മില്ലിങ് അല്ലേ, ഫേസ് മില്ലിങ് മാത്രമാണ്. പെരിഫറൽ മില്ലിങ് ആൻഡ് ഫേസ് മില്ലിങ്. ഈ ഫോട്ടോ കാണുന്നില്ല എല്ലാവരും? ഈ ഫിഗർ കാണാൻ വേണ്ടതല്ലേ? ഈ ഫിഗർ കാണാൻ വേണ്ടതല്ലേ? റൈറ്റ്. ഹലോ, ഓക്കെ, റൈറ്റ്. ഇതിൽ ഈ ഫിഗർ നോക്കുക. അതായത് പെരിഫറൽ മില്ലിങ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പീസിൻ്റെ അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കട്ടർ. കട്ടറിൻ്റെ ആക്സിസിൻ്റെ റൊട്ടേഷൻ എന്താ, കട്ടർ ആക്സിസിൻ്റെ റൊട്ടേഷൻ. കട്ടർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതല്ല അല്ലേ, ഈ വരച്ചിരിക്കുന്നത്. അതിന് പാരലലായിട്ടുള്ള ഒരു സർഫേസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പെരിഫറൽ മില്ലിങ് എന്ന് വിളിക്കുന്നത്. ഈ താഴത്തെ അല്ല, മേലത്തത്. ഇനി പെരിഫറൽ മില്ലിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. The definition of a peripheral milling is that, or definition, or how you can just define or just tell about peripheral milling. അപ്പം പെരിഫറൽ മില്ലിംഗ് എന്ന് പറയുന്നത് 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ്. അല്ലെങ്കിൽ അപ്പ് മില്ലിങ്ങിനെ നമ്മൾ കൺവെൻഷണൽ മില്ലിംഗ് എന്നും കൂടി വിളിക്കും,
Down milling, we will call it as Klein milling. Okay. Now let's see what is up milling. Okay, up milling or conventional milling. Okay, up milling. Up milling എന്ന് പറയുമ്പോൾ എന്താണ്? What you mean by up milling? കട്ട് എ സൈഡിൽ വരണം. മില്ലിംഗ് കട്ടർ റൊട്ടേറ്റഡ് അഗൈൻസ്റ്റ് ദ ട്രാവൽ ഡയറക്ഷൻ ഓഫ് ദ ട്രാവൽ ഓഫ് ദ വർക്ക് പീസ് അല്ലേ. മില്ലിംഗ് കട്ടറും നമ്മുടെ വർക്ക് പീസും അല്ലെ ഡിഫറെൻറ്റ് ഡയറക്ഷനിലോട്ട് ട്രാവൽ ചെയ്യുക. സോ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റഡ് അഗൈൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് ട്രാവൽ ഓഫ് ദ വർക്ക് പീസ്. So this up milling is also called as conventional milling. So while removing the metal by using a milling cutter, this cutter is rotated against the direction of the travel of the workpiece അല്ലെ. വർക്ക് പീസ് നിങ്ങൾക്ക് ഫിഗർ എ അല്ലെ, ഈ ഒരു ഫിഗർ നോക്കാം. വാട്ട് യു ഹാവ് സീൻ, വർക്ക് പീസ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലോട്ടും കട്ടറിൻ്റെ റൊട്ടേഷൻ അനദർ ഡയറക്ഷനിലോട്ടും ആണ് അല്ലേ, റൈറ്റ്. വർക്ക് പീസിൻ്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നത് വേറൊരു ഡയറക്ഷനിലോട്ടും റൊട്ടേഷൻ വരുന്നത് വേറെ ഡയറക്ഷനിലോട്ടുമാണ് അല്ലേ. സോ ദേ ആർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, റൊട്ടേറ്റഡ് എഗനിസ്റ്റ്, റൈറ്റ്. യെസ്, ഈ ഒരു ടൈപ്പ് മില്ലിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, up milling എന്ന് വിളിക്കുന്നത്. So this is also a peripheral milling where machined surface is obtained in which parallel to the axis of rotation of the cutter അല്ലേ. ആക്സിസ് ഓഫ് ദ കട്ടറിന് പാരലായിട്ട് സർഫേസ് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് മില്ലിംഗ് ആണ് അപ്പ് മില്ലിംഗ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇൻ ദിസ് up milling, okay, the cutting takes place when cutter move upwards. Okay, cutting takes place when cutter move upwards. Okay, so നമ്മൾ അപ്പ് മില്ലിംഗ് ഉപയോഗിച്ച്, അതായത് വർക്ക് പീസും കട്ടറും റൊട്ടേറ്റിംഗ് എഗനിസ്റ്റ് അല്ലെ, റൊട്ടേഷൻ ഡയറക്ഷൻ എഗനിസ്റ്റ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് റിയലി ഇസ് ദാറ്റ് ചിപ്പിൻ്റെ തിക്നെസ്സിന് വ്യത്യാസം, അതായത് അറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ബിഗിനിങ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം തിക്നെസ് ആയിരിക്കും. ഓക്കെ, തിക്നെസ് വിൽ ബി മിനിമം. ഓക്കെ, ഇനി ലാസ്റ്റിലോട്ടാകുമ്പോഴേക്കും തിക്നെസ് വിൽ ബി മാക്സിമം. അപ്പോൾ നിങ്ങൾക്ക് മെറ്റൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. സോ ആ ചിപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ദ ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ് ചിപ്പ് തിക്നെസ് അല്ലേ. ആദ്യം തുടങ്ങുന്ന സമയത്ത് ഇനീഷ്യലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദിസ് തിക്നെസ് വിൽ ബി വെരി മിനിമം. ഓക്കെ, ഏറ്റവും കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അപ്പോൾ കമ്പാരിറ്റീവ് ടു ദ ലാസ്റ്റ് അല്ലേ, കമ്പയറിംഗ് ടു ദ എൻഡ്, ദിസ് ബിഗിനിങ് വിൽ ഹാവ് എ ചിപ്പ് തിക്നെസ് ഓഫ് മിനിമം. ഓക്കെ, ചിപ്പ് തിക്നെസ് മിനിമം ആയിരിക്കും. അപ്പം നമ്മൾ ആലോചിക്കുക, ഒരു മില്ലിംഗ് കട്ടർ ഉപയോഗിച്ച് അല്ലേ നമ്മൾ കട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ദിസ് വർക്ക് പീസ് ആൻഡ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്, മില്ലിംഗ് കട്ടർ അല്ലേ, മില്ലിംഗ് മെഷീനിൽ നമ്മൾ കട്ടർ എന്ന് പറയുന്നത് ആർബറോ അല്ലെങ്കിൽ വേറെ പല ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. സോ ആഫ്റ്റർ ദാറ്റ് വെൻ വി റൊട്ടേറ്റ് ദിസ് മെറ്റൽ കട്ടിംഗ് അഗനിസ്റ്റ് direction of the travel of the workpiece, we'll call it as conventional milling, അല്ലെങ്കിൽ അതൊരു പെരിഫറൽ ടൈപ്പ് ഓഫ് മില്ലിംഗ് ആണ് അല്ലേ, where the surface obtained is parallel to the axis of rotation of the cutter. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിപ്പ് തിക്നെസ്, റിമൂവ് ചെയ്യുന്ന ചിപ്പ് തിക്നെസ് സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജിൽ ചിപ്പ് തിക്നെസ് മിനിമവും അറ്റ് ദ എൻഡിൽ ചിപ്പ് തിക്നെസ് മാക്സിമവും ആയിരിക്കും. ഓക്കെ, അതായത് ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കില്ല, പെർ ടൂത്ത് ഇറ്റ് ഡിഫേഴ്സ്. ഓക്കെ, ഒരു പെർ കട്ട് എന്ന് പറയുന്നത് ഇത് ഡിഫേഴ്സ്. ഓക്കെ, സോ കട്ടിംഗ് ഫോഴ്സ് ആക്ട്സ് അപ്വേർഡ്സ് അല്ലേ, കട്ടിംഗ് ടേക്സ് പ്ലേസ് വെൻ കട്ടർ മൂവ് അപ്വേർഡ്സ്. സോ കട്ടിംഗ് ഫോഴ്സ് ആക്ട്സ് അപ്വേർഡ്സ്, റൈറ്റ്. അതായത് നമ്മൾ ഈ ഫിക്സ്ചറിൽ നിന്ന് നമുക്ക്
അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്യില്ലേ, വർക്ക് ഹോൾഡ് ചെയ്യില്ലേ, അതിൽ നിന്ന് നമ്മളെ വർക്കിനെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇതിനുണ്ടാവും, കട്ടിങ് ഫോഴ്സ് അപ്വേർഡ് ആയതുകൊണ്ട്. ഓക്കെ, സോ ദർ ഈസ് എ tendency to lift the work, okay, from the holded portion. Okay, അതായത് കട്ടിംഗ് ഫോഴ്സ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നത് കൊണ്ട് there is a tendency to lift the work from the fixture അല്ലെങ്കിൽ different holding types. Okay, now the chips accumulate in front of the cutter. In front of the cutterലാണ് നമ്മൾ ചിപ്പ് പോയി കിടക്കുന്നത്, റൈറ്റ്. അക്യുമുലേറ്റ് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ കട്ടറാണ്. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അപ്പ് മില്ലിംഗ്. അപ്പ് മില്ലിങ്ങിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായോ? വാട്ട് യു മീൻ ബൈ അപ്പ് മില്ലിംഗ്? എനി ഡൗട്ട്? ഡൗട്ട്സ് ഉണ്ടോ? പെരിഫറൽ മില്ലിങ്ങിൻ്റെ വൺ ഓഫ് ദ ടൈപ്പാണ് അപ്പ് മില്ലിംഗ്, റൈറ്റ്. ഇനി നമുക്ക് ഡൗൺ മില്ലിങ്ങിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ടു ഡൗൺ മില്ലിംഗ്, റൈറ്റ്. ഡൗൺ മില്ലിംഗ് ഓർ ക്ലൈംഡ് മില്ലിംഗ്. ഓക്കെ, ഡൗൺ മില്ലിംഗ് ഓർ ക്ലൈം മില്ലിംഗ്. ക്ലൈം മില്ലിംഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മില്ലിംഗ് കട്ടർ ഈസ് റൊട്ടേറ്റഡ് ഇൻ സെയിം ഡയറക്ഷൻ ഓഫ് ദ ട്രാവൽ ഓഫ് ദ വർക്ക് പീസ്. അല്ലേ, ഈ ബി ഫിഗറിൽ കാണുന്നത് പോലെ വർക്ക് പീസും റൊട്ടേഷനും സെയിം ഡയറക്ഷനിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് what will be available, the process, that process is known as method, down milling method. Okay, this is also a peripheral milling method where a machined surface is obtained in parallel to the axis of the rotation of the cutter. Okay, rotation of the cutter ന് parallel ആയിട്ട് നമുക്ക് സർഫേസ് കിട്ടുന്നതിൻ്റെ one of the method ആണ് down milling എന്ന് പറയുന്നത്. Okay, now down milling is also known as climb milling, right. Cutting takes place when the cutter move downwards, right. ഇതിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫിഗർ കമ്പയർ ചെയ്താൽ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു, റൈറ്റ്. ഇൻ ദിസ് ഫിഗർ ദാറ്റ് ഈസ് അപ്പ് മില്ലിംഗ് ഫിഗർ, കട്ടർ അപ്വേർഡ് മൂവ് ചെയ്യുന്ന സമയത്താണ് കട്ടിങ് സംഭവിക്കുന്നത്, റൈറ്റ്. ഇവിടെയാണല്ലോ കട്ടിങ് സംഭവിക്കേണ്ടത്, റൈറ്റ്. കട്ടർ അപ്വേർഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നാണ് ഇങ്ങനെ കട്ടിങ് സംഭവിക്കുന്നത്. ഇനി ഡൗൺ മില്ലിങ്ങിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, റൊട്ടേഷൻ ഇങ്ങനെ വരുമ്പം വർക്ക് പീസും സെയിം ഫീൽഡ് ഫീഡ് ചെയ്യുന്നു. സോ കട്ടിങ് ടേക്സ് പ്ലേസ് വെൻ ദിസ് മൂവ് ഡൗൺവേർഡ്സ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കട്ടിങ് അപ്വേർഡ് ആണ് നടക്കുന്നത്, ഒന്നിൽ കട്ടിങ് ഡൗൺവേർഡ് ആണ് നടക്കുന്നത്. ഓക്കെ, ഓക്കെ, right. Now cutting takes place when cutter move downwards in a down milling, and cutting takes place when the cutter move upwards in up milling. Okay, ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ the chip thickness is maximum at the initial stage or beginning and the minimum at the end. അല്ലെ, അപ്പ് മില്ലിങ്ങിന് നേരെ തിരിച്ചാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ഡൗൺ മില്ലിങ്ങിൽ the chip thickness is maximum at the beginning and minimum at the end. Okay, so down milling, in this down milling process, metal is removed by a milling cutter which is rotated in the same direction of the travel of the workpiece. Cutting takes place when the cutter moves downwards and the chip thickness is maximum at the beginning and minimum at the end. All right. Now cutting force acts downwards. Downward ആയതുകൊണ്ട് കട്ടർ ഡൗൺവേർഡ് വരുമ്പോഴാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് cutting force acts downwards. Okay, which makes comparatively easy design എന്ന് പറയാം. ഫിക്സ്ചർ ഡിസൈനിങ് കമ്പാരിറ്റീവ്ലി ഈസി ആണ് എന്ന് നമുക്ക് പറയാം. അതായത് നമുക്ക് ഹോൾഡിങ് അല്ലെങ്കിൽ ഫിക്സ്ചർ, സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ് അല്ലെങ്കിൽ ഹോൾഡിങ്, റൈറ്റ്, ആ ഒരു ഫിക്സ്ചർ സെറ്റപ്സ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്.
ഡൗൺ അപ്പ് മില്ലിങ്ങിലേക്കാകും. ബട്ട് യു സി അപ്പ് മില്ലിങ് ഈസ് മച്ച് മോർ സേഫ് ആൻഡ് അത് കാരണം കൂടുതൽ വർക്ക് ഷോപ്സിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ട് മോസ്റ്റ് കോമൺലി യൂസിങ് എന്ന് പറയുന്നത് അപ്പ് മില്ലിങ് ആണ്. ഓക്കെ, അപ്പ് മില്ലിങ് പ്രോസസ് ഈസ് മച്ച് മോർ സേഫർ ദാൻ ഡൗൺ മില്ലിങ് പ്രോസസ് എന്നാണ് പറയുന്നത് പൊതുവെ. ഓക്കെ, ഇനി അപ്പ് മില്ലിങ് പ്രോസസ്സിന് നമ്മൾ എന്ത് പറഞ്ഞു, ചിപ്പ് ഡെപ്പോസലിനെ പറ്റി പറഞ്ഞു അല്ലേ. അത് ഇൻ ഫ്രണ്ട് ഓഫ് ദ എവിടെ പറഞ്ഞത്, ഇൻ ഫ്രണ്ട് ഓഫ് ദ കട്ടർ എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെയാണ് കട്ടറിൻ്റെ ഇൻ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ ചിപ്പ് ലൊക്കേറ്റ് ചെയ്യാന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ചിപ്പ് ഡെപ്പോസിറ്റിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പ് മില്ലിങ്ങിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ കുറച്ച് പ്രശ്നമായിരിക്കും. ഓക്കെ, റൈറ്റ്. അത് ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഡൗൺവേർഡ്സ് ആയിട്ട് അല്ല അപ്വേർഡ് കട്ടിങ് എന്ന സമയത്ത് ഡിസ്പോസൽ മൊത്തം എവിടെ ആയിരിക്കും, റൈറ്റ് വേ. ഇതിലും ഡിസ്പോസൽ എവിടെ ആയിരിക്കും, ബട്ട് ഈസി റിമൂവൽ ഓഫ് ദ കട്ടിങ് ഫ്ലൂയിഡ് ആണ്, റൈറ്റ്. കട്ടിങ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൂളൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചിപ്സ് ഡിസ്പോസൽസ് റിമൂവ് ചെയ്യാൻ പറ്റും, റൈറ്റ്. ക്യാൻ യു ഇമാജിൻ അബൌട്ട് ദാറ്റ്? ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ രണ്ട് ഫിഗറിൽ നമ്മൾ വർക്ക് പീസും റൊട്ടേഷനും ഡിഫറെൻറ്റ് ഡയറക്ഷനിലാകുന്ന സമയത്ത് അപ്വേർഡ് കട്ടിങ് അപ്പ് മില്ലിങ്ങിൽ വരുന്ന സമയത്ത് ചിപ്പ് എവിടെ ഡിസ്പോസ് ചെയ്യും, ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും, റൈറ്റ്. ഞാൻ ഈ കാണിക്കുന്ന ഡയറക്ഷനിൽ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച്, അതായത് ബുദ്ധിമുട്ട് എന്നല്ല, കമ്പാരിറ്റീവ്ലി ഡിഫിക്കൽട്ടായിരിക്കും. അക്യുമുലേറ്റ്സ് ഇൻ ഫ്രണ്ട് അല്ലേ. കട്ടറുമായിട്ട് റൊട്ടേഷൻ ഉണ്ട്, കട്ടർ റൊട്ടേഷൻ ഇങ്ങനെയാണ്, വർക്ക് പീസ് ഇങ്ങോട്ടാണ് ഫീഡ് ചെയ്യുന്നത് അല്ലേ. ഇതിനെ സംബന്ധിച്ച് ഡൗൺ മില്ലിങ്ങിനെ സംബന്ധിച്ച് നോക്കിയാൽ വർക്ക് പീസ് ഗൂസ് ദെയർ അല്ലെ, റൊട്ടേഷൻ സെയിം ഡയറക്ഷൻ. ഇവിടുന്ന് ഒരു കട്ടിങ് ഫ്ലൂയിഡ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ഇറ്റ് വിൽ ഫ്ലോ ഓൺ അല്ലേ. ഡിസ്പോസൽ എന്ന് പറയുന്നത് അതായത് ചിപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കട്ടറിൻ്റെ ഫ്രണ്ടിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഈ ചിപ്സിന് നമുക്ക് ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യാൻ സാധിക്കും, റൈറ്റ്. ഈസി ടു കൺട്രോൾ. ഓക്കെ, ഡയറക്റ്റ്ലി കട്ടിങ് സോണിൽ നമുക്ക് കൂളൻസോ അല്ലെങ്കിൽ കട്ടിങ് ഫ്ലൂയിഡ്സോ ഉപയോഗിച്ച് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മനസ്സിലാകുന്നില്ലേ? ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളിൽ ഡൗൺ മില്ലിങ്ങിലാണ് ബെറ്റർ സർഫേസ് ഫിനിഷ് വരുന്നത്. ഓക്കെ, ഡൗൺ മില്ലിങ് ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ്ലി അപ്പ് മില്ലിങ്ങിനെക്കാളും സർഫേസ് ഫിനിഷ് ബെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഡാമ്പിങ് ഓഫ് ദ വർക്ക് പീസ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദിസ് ഡൗൺ മില്ലിങ്. വൈബ്രേഷൻസ് ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ക്ലൈം മില്ലിങ് അല്ലെങ്കിൽ അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ്. ഹാവ് ടു സ്റ്റഡി ദിസ്. കാരണം എപ്പോഴും ചോദിക്കാറുള്ള വൺ ഓഫ് ദ ടൈപ്പ് ആണ് അപ്പ് മില്ലിങ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്, അല്ലെങ്കിൽ state the difference between up milling and down milling, conventional milling and climb milling, within each figure explain. ഈ ഒരു രീതിയിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി പെരിഫറൽ മില്ലിങ് എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ആണ് എഴുതേണ്ടത്. ഓക്കെ, വൺസ് ഡേ ആസ്ഡ് ഐ തിങ്ക് പെരിഫറൽ മില്ലിങ് ആൻഡ് ഫേസ് മില്ലിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഓക്കെ, അപ്പോൾ പെരിഫറൽ മില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. പെരിഫറൽ മില്ലിങ് ഇസ് ക്ലാസിഫൈഡ് ആസ് അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്, ദെൻ ഫേസ് മില്ലിങ് ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, ആ ഒരു രീതിയിൽ എഴുതാം. ഓക്കെ, ഈ ഫേസ് മില്ലിംഗ് എന്ന് പറയുന്നത് ഐ തിങ്ക് ഇതാണ്. ഈ ഒരു ഫിഗർ കാണുന്നില്ലേ, ഇതിനെയാണ് നമ്മൾ ഫേസ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗറില്ലേ, ഇതൊരു കട്ടറാണ്. ഇത് ഹോൾഡിംഗ് ഡിവൈസ് വെച്ച് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ ദിസ് ഇസ് എ കട്ടർ. ഇതൊരു കട്ടറാണ് അല്ലേ, ഫേസ് മില്ലിംഗ് കട്ടർ. ഓക്കെ, ഫേസ് മില്ലിംഗ് കട്ടറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, മനസ്സിലാകുന്നല്ലേ? രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാകുന്നല്ലേ? ഫേസ് മില്ലിങ്ങിൻ്റെ പെരിഫറൽ മില്ലിങ്ങിൻ്റെ. ഫേസ് മില്ലിങ്ങിൻ്റെ ഫിഗർ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഈ ഫേസ് മില്ലിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് സർഫേസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എങ്ങനെയാണ്, കട്ടറിൻ്റെ ആക്സിസ് എവിടെ വരും? ഇപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പിലാണെങ്കിൽ കട്ടറിൻ്റെ ആക്സിസ് എവിടെ വരും?
ഇങ്ങനെ വരിക അല്ലേ, ഞാൻ ഈ വരയ്ക്കുന്ന പോലെ, റൈറ്റ്? കട്ടർ ആക്സിസ് അല്ലേ, കട്ടർ ആക്സിസ് ഇങ്ങനെയല്ലേ വരിക. അപ്പം സർഫേസ് ഇങ്ങനെയാണുള്ളത് അല്ലേ. സോ നമ്മൾ എന്താ പറയുക, വാട്ട് യു ക്യാൻ സേ, നമ്മൾ ഫേസ് മില്ലിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് സർഫേസ് ആണ്, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ കട്ടർ, റൈറ്റ്? ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ കട്ടറിന് പാരലൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? പെരിഫറൽ മില്ലിംഗ് എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നല്ലേ ഈ ഒരു ഫിഗറിൽ? യു വാണ്ട് സീ മോർ ഫിഗേഴ്സ്? ഇതാ ഈ ഒരു ഫിഗറിൽ ഇത് നോക്കുക, കട്ടറിൻ്റെ ആക്സിസ് പാരലൽ ആണല്ലേ, ഇതും ഇതും പാരലൽ അല്ലേ, ആക്സിസ് പാരലൽ അല്ലേ? ഇതിൽ പെർപെൻഡിക്കുലർ അല്ലേ, റൈറ്റ്? ഈ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫേസ് മില്ലിംഗ് മെത്തേഡും അപ്പ് മില്ലിംഗ് മെത്തേഡും തമ്മിലുള്ളത്. ഓക്കെ ഓക്കെ യെസ്. അപ്പോൾ ഞാനൊരു യൂട്യൂബ് വീഡിയോ കാണിക്കാൻ പറ്റും നോക്കാം, എക്സ്പ്ലെയിൻ, then you will be able to understand more. Differential milling and right operations ഒന്നും വേണ്ട. ഓക്കെ, ഫേസ് മില്ലിംഗ് മാത്രം ഞാൻ കാണിച്ചാൽ then you will understand what's happening. റൈറ്റ്, കാണാൻ പറ്റുന്നില്ലേ? ഫേസ് മില്ലിംഗ്, science of face milling, types of milling cutter, right? ഇതും കൂടെ കാണിക്കാം. This is very interesting. Okay, നിങ്ങൾ ഈ കാണുന്ന പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് ഉണ്ട്. അതൊക്കെ ദിസ് വൺ നമുക്കൊരു ആക്സിസ് പാരലൽ ആണെങ്കിൽ ദിസ് ഹാപ്പൻസ്, റൈറ്റ്? ഇതിനെയാണ് നമ്മൾ ഫേസ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യു ഹാവ് സീൻ ദാറ്റ് ഫ്ലാറ്റ് സർഫേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ, കാണുന്നില്ലേ? ഫ്ലാറ്റ് സർഫേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, റൈറ്റ്? ഇതല്ലേ ഫ്ലാറ്റ് സർഫേസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദിസ് ആക്സിസ് ഓഫ് ദ കട്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊഡ്യൂസ്ഡ് സർഫേസ് വിച്ച് ഇസ് പാരലൽ അല്ലേ. അതായത് പാരലൽ സർഫേസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫേസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്, കട്ടർ ആക്സിസ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. ഈ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫേസ് മില്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ സാർ, സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? ആ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഇതിൽ നിന്ന്. ഓക്കെ, പല രീതിയിലുള്ള ടൈപ്സിൽ, അതായത് മില്ലിംഗ് ഓപ്പറേഷൻസ് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് വളരെ ലൈറ്റായിട്ട് കട്ട് ചെയ്ത് പോകുന്നു. ആൻഡ് കട്ടർ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കട്ടേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയാണ് കാണുന്നത് നിങ്ങളൊക്കെ. ഫേസ് മില്ലിംഗ്. ഓക്കെ, ദീസ് ആർ ഓൾ ഫേസ് മില്ലിംഗ് ഓപ്പറേഷൻസ്. ഓക്കെ,
ഇനി ഇതിപ്പോൾ നിങ്ങൾ ഫേസ് മില്ലിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു കട്ടർ അങ്ങോട്ട് പോകുന്നത് കണ്ടില്ലേ, റൈറ്റ്? ജസ്റ്റ് സീ ദിസ്, അല്ലേ? ആ കട്ടർ അങ്ങോട്ടേക്കാണ് പോകുന്നത്, അല്ലേ? ദ ഡയറക്ഷൻ അങ്ങോട്ടേക്കാണ്, അതേ ഡയറക്ഷനിൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ, റൈറ്റ്? അതായത് സൈമുൾട്ടേനിയസ് ആയിട്ട് നമുക്ക് അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ് പെർഫോം ചെയ്യാൻ പറ്റും. അതായത് കട്ടർ മൂവ്മെന്റ് ഓഫ് ദ കട്ടർ, അല്ലേ? മൂവ്മെന്റ് ഓഫ് ദ കട്ടർ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദ കട്ടർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് we can do this in phase milling. We can perform up milling and down milling simultaneously എന്ന് പറയാം. ഓക്കെ, കട്ടർ റൊട്ടേഷൻ്റെ ക്ലാസിഫിക്കേഷൻ ആണല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ് എന്ന് പറയുന്നത്, റൈറ്റ്? അല്ലേ? ശരിയല്ലേ? അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്ങിലെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പീസ് ആൻഡ് റൊട്ടേഷൻ, അല്ലേ? കട്ടർ റൊട്ടേഷനും വർക്ക് പീസും തമ്മിലുള്ള മെയിൻ, അല്ലേ? ഇത് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതല്ലേ. ഒരിക്കലും അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്ങിൽ ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും എഴുതി വെക്കരുത്. ഫസ്റ്റ് ഫോർമോസ്റ്റ്, അല്ലേ? അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്ങിൻ്റെ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, കൺവെൻഷണൽ മില്ലിങ് ആൻഡ് ക്ലൈൻ മില്ലിങ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ദി ഡിഫറൻസ് ഇസ് ദാറ്റ് rotation of the cutter is against a workpiece in a up milling process, and in a down milling process cutter rotation is in the same direction, അല്ലേ? ഇനി ഇത് രണ്ടുമല്ല ഫേസ് മില്ലിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്ക് പെരിഫറൽ മില്ലിങ്ങിലാണ് പെടുത്തുന്നത്. പെരിഫറൽ മില്ലിംഗ് ഇസ് ദ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ എ മില്ലിംഗ് കട്ടർ ടു പ്രൊഡ്യൂസ് എ സർഫേസ് വിച്ച് ഇസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ ഫേസ് മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഹാപ്പൻസ് ഇൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, റൈറ്റ്? പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷനിലാണ് അത് ഫേസ് മില്ലിംഗ് സംഭവിക്കുന്നത്, റൈറ്റ്? ഈ GMT എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു മെഷീനാണ്. ഓക്കെ, GMT കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, അല്ലേ? GMT ഫേസ് മിൽ, ഷെൽ മിൽ, അല്ലേ? ഹോൾഡർ. ജസ്റ്റ് അതെങ്ങനെ ഹോൾഡ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണ്. ഇത് വളരെ എന്താ പറയുക, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സംഭവമാണ്. ഓക്കെ, പോസിറ്റീവ് റേക്ക്, ന്യൂട്രൽ റേക്ക്. ജസ്റ്റ് യു ക്യാൻ സീ ദിസ് വീഡിയോ, മച്ച് മോർ ഇൻട്രസ്റ്റിംഗ്. കട്ടർ ഹൈറ്റ് സെറ്റ് ചെയ്യുന്നു, സെറ്റ് ഡയറക്ഷൻ ടു 0. ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഒരു ഫേസ് മില്ലിങ്ങിൻ്റെ ചെയ്യുന്നത്. ഓക്കെ, സെറ്റിംഗ് എക്സ് ആൻഡ് വൈ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സെഡ് എന്ന് പറയുന്ന മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലേ? സോ യു ക്യാൻ സീ ദാറ്റ് ദ ഡിഫറൻസ്, റൈറ്റ്? കാണാൻ പറ്റുന്നില്ലേ? ഇത് ഓട്ടോമാറ്റിക് ഫീഡ് അല്ല, ഹീസ് ഫീഡിങ്, റൈറ്റ്? യു ക്യാൻ സീ ബൈ യൂസിങ് എ ഹാൻഡ്. ഓക്കെ, ഇപ്പൊ കണ്ട ഒരു സംഭവം കണ്ടില്ലേ? ദാറ്റ് ഈസ് ടെക്നിക്കലി ഇറ്റ് ഹാപ്പൻസ് ഇൻ ഇൻഡസ്ട്രി, ലൈക്ക് ടൂൾ ചേഞ്ചിങ് ഡിവൈസ്, റൈറ്റ്? ഓട്ടോമാറ്റിക്കലി ടൂൾ ചേഞ്ച് ചെയ്താണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, സീൻ ദിസ് ഓട്ടോമാറ്റിക്കലി ചേഞ്ചിങ് ടൂൾ ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ദിസ് ഈസ് ഫേസ് മില്ലിംഗ്. പെരിഫറൽ മില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? പെരിഫറൽ മില്ലിംഗ് ആൻഡ് ഫേസ് മില്ലിങ്ങിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ഡിഫറൻസ്. This is how it is done. Okay, അതിനെയാണ് നമ്മൾ ഓക്കെ. ദ ഡയറക്ഷൻ ഇസ് ഡിഫറെൻറ്റ്, റൊട്ടേഷൻ ഇസ് ഡിഫറെൻറ്റ്, അല്ലേ? അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ് ശരിക്കും പറയാൻ പറ്റുന്നില്ല നമുക്ക് സൈമുൾട്ടേനിയസ് ആയിട്ട്. ഓക്കെ, കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതും വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നതും തമ്മിൽ ഇപ്പോൾ പോയതും ആ ഒരു ഡിഫറൻസും ഫസ്റ്റ് പാസും സെക്കൻഡ് പാസും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? കട്ടർ റൊട്ടേഷൻ സെയിം ആണ്, കട്ടർ റൊട്ടേഷൻ മാറുന്നില്ല, അല്ലേ? വർക്ക് ഫീഡ് ചെയ്യുന്നതേ ഉള്ളൂ, ബോത്ത് ഡയറക്ഷൻസ്, റൈറ്റ്? That's it. Yes, sir. Yeah. So I hope you understand phase milling, up milling, down milling very clearly. Right? No doubt.
റൈറ്റ്? ഡൗട്ട് ഇല്ലല്ലോ? സർ ഇല്ല സർ, ഇല്ല ഇല്ല സർ. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ ഓപ്പറേഷൻസ് പഠിക്കുന്നതിനേക്കാളും മുന്നേ can see about milling machine attachments. Okay, നമുക്ക് we have studied about some attachments അല്ലേ? additional attachmentsനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റൈറ്റ്? നമ്മൾ ഷേപ്പറിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്ലാനറിലായിക്കോട്ടെ, സ്ലൂട്ടറിലായിക്കോട്ടെ, ദർ ആർ ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ്. എന്തിനാണ് ഈ അറ്റാച്ച്മെൻറ്റ്സ് ചെയ്യുന്നത്? സോ ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ് അല്ലേ, പല രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റ്സ്. സോ ഇൻ ജനറൽ വി ക്യാൻ സേ ലൈക്ക്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, ഒരു റേഞ്ച് ഓഫ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ കപ്പാസിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആക്യുറസി, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കൊരു മില്ലിംഗ് മെഷീൻ ഉണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മില്ലിംഗ് മെഷീൻ ഉണ്ടാവും. ആ പെർട്ടിക്കുലർ മില്ലിംഗ് മെഷീനിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെവലപ്പിംഗ് അല്ലേ, പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് ദീസ് ടൈപ്പ് ഓഫ് റേഞ്ച് ഓഫ് ഓപ്പറേഷൻ, വെർസാറ്റിലിറ്റി, പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ആക്യുറസി, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മില്ലിംഗ് മെഷീൻ അറ്റാച്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഓക്കെ, there are different types of milling machine attachments. Vertical milling attachment ഉണ്ട്, universal milling attachment ഉണ്ട്, high speed milling attachment ഉണ്ട്, slotting attachment ഉണ്ട്, rotary table attachment ഉണ്ട്, indexing head attachment ഉണ്ട്. Okay, these are used to increase productivity, accuracy, holding, feeding, now പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ടോട്ടൽ ആക്യുറസി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒരു പ്രോസസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മില്ലിംഗ് മെഷീനിൽ എക്സ്ട്രാ അറ്റാച്ചിങ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ല, ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ അറ്റാച്ച്മെൻറ്റ്സ് എന്നാണ് പറയാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. അതായത് ഒരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനിനെ വേർട്ടിക്കൽ മെഷീനായിട്ട് മാറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് വേർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, വേർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെൻറ്റ് ഈസ് യൂസ്ഡ് വേർ വി ക്യാൻ കൺവേർട്ട് എ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ ഇൻ ടു എ വേർട്ടിക്കൽ മെഷീൻ. അതായത് കട്ടിങ്ങിൻ്റെ സ്പിൻഡിൽ ആക്സിസ് ഹൊറിസോണ്ടൽ നിന്ന് വെർട്ടിക്കലിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അതിനെയാണ് നമ്മൾ വേർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത് മനസ്സിലാവുന്നല്ലേ? എഡീഷണൽ അറ്റാച്ച്മെന്റ്സ്, എഡീഷണൽ അറ്റാച്ച്മെന്റ്സ് എന്നല്ല ശരിക്കും പറയാം, അത് ആ ഒരു പേര് വിളിച്ചാൽ പറയാം, മില്ലിംഗ് മെഷീൻ അറ്റാച്ച്മെന്റ്സ്. നമുക്ക് ഓൾറെഡി പഠിച്ചില്ലേ അല്ലേ? വി ഹാവ് സ്റ്റഡീഡ് ലോട്ട് ഓഫ് അറ്റാച്ച്മെന്റ്സ്. അതിൻ്റെയൊക്കെ ഡിഫറൻസ് മനസ്സിലായിട്ടില്ലേ? എങ്ങനെയാണ് നമ്മൾ അറ്റാച്ചിങ്ങിൻ്റെ ഡിഫറൻസ് വരുന്നത് എന്നുള്ളത്. എടാ, നിങ്ങളിപ്പം അറ്റാച്ച്മെന്റ്സ് വളരെ ക്ലീൻ ആയിട്ട് പഠിച്ചൊരു സ്ഥലമുണ്ട്. ഹോപ്പ് യു ഓൾ റിമെമ്പർ ടാപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ്സ് അല്ലേ? ടാപ്പർ ടേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് വി ക്യാൻ പെർഫോം എ ടാപ്പർ അല്ലേ? ടാപ്പർ ടേണിംഗ് ഇൻ ലേത്ത് വി ക്യാൻ ഡു ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അതിൽ വൺ ഓഫ് ദ വേ ഇസ് ദാറ്റ് ടാപ്പർ ടേണിംഗ് അറ്റാച്ച്മെന്റ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ടാപ്പർ ടേണിംഗ് തന്നെ ബൈ യൂസിങ് സം അറ്റാച്ച്മെന്റ്സ് അല്ലേ, പല രീതിയിലുള്ള അറ്റാച്ച്മെന്റ്സ് യൂസ് ചെയ്തിട്ട്. അതുപോലെയാണ് ഈ മില്ലിംഗ് മെഷീനും. മില്ലിംഗ് മെഷീൻ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഒരു മില്ലിംഗ് മെഷീൻസിൽ എന്തൊക്കെ അറ്റാച്ച്മെന്റ്സ് യൂസ് ചെയ്യാം. ലൈക്ക് വേർട്ടിക്കൽ മില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മില്ലിംഗ് മെഷീനിന്റെ കട്ടിങ് സ്പിൻഡിൽ ആക്സിസ് ഇല്ലേ, ഹൊറിസോണ്ടൽ ടു വേർട്ടിക്കലായിട്ട് നമുക്ക് ഒരു സ്പെസിഫിക് ഓപ്പറേഷന് വേണ്ടി ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി യൂണിവേഴ്സൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് ഇസ് ദാറ്റ് അറ്റാച്ച്മെന്റ് സിമിലർ ടു ദിസ് വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സൽ മില്ലിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരിക്കും യൂണിവേഴ്സൽ? ഒരു തേർഡ് മോഷന് പകരം ഒരു ഫോർത്ത് മോഷനും കൂടി അല്ലേ? 3 മോഷൻസ് ഇസ് ദെയർ, അതിന് പകരം ഒരു ഫോർത്ത് മോഷനും കൂടി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് വിളിച്ചു? യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ എന്ന് വിളിച്ചു. ഒംനിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ ഫിഫ്ത്ത് മോഷൻ അല്ലേ?
മൂവ്മെന്റ്, ഫിഫ്ത്ത് മൂവ്മെന്റ് അല്ലെ, അങ്ങനെയാണ്. അപ്പോൾ യൂണിവേഴ്സൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ തന്നെ വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് പോലെ തന്നെ സിമിലർ ടു വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ്. വെർട്ടിക്കൽ മില്ലിംഗ് അറ്റാച്ച്മെന്റിൽ ഒരു ഹൊറിസോണ്ടലിനെ വെർട്ടിക്കൽ ആക്കുന്നു, റൈറ്റ്. ഇനി യൂണിവേഴ്സലിനെ ആണെങ്കിൽ നമ്മൾ അറ്റാച്ചിങ് ഈസ് സിമിലർ ടു ദിസ് വെർട്ടിക്കൽ മില്ലിംഗ്. അപ്പോൾ നമ്മൾ ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ നമുക്ക് സ്വെൽ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സ്വെല്ലിങ്, ആ സ്പിൻഡിലിനെ നമുക്ക് സ്വെൽ ചെയ്യാൻ പറ്റും, അതും കൂടി അറ്റാച്ച്, അതായത് അങ്ങനെ മാറ്റുന്നത് ഒരു അറ്റാച്ച്മെന്റ്. ഒരു മില്ലിങ്ങിനെ നമ്മൾ യൂണിവേഴ്സൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിൽ നമുക്ക് സ്വെൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺവേർഷൻ, അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആംഗുലാർ മില്ലിംഗ് ഓപ്പറേഷൻസ്. ഓക്കെ, ഒരു ഇനി ഹൈ സ്പീഡ് മില്ലിംഗ് അറ്റാച്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്കൊരു സ്പിൻഡിൽ സ്പീഡ് ഉണ്ട്. ഓക്കെ, വി ഹാവ് ഓൾറെഡി സം സ്പിൻഡിൽ സ്പീഡ്സ് അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്പിൻഡിൽ സ്പീഡ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഗിയറിംഗ് അറേഞ്ച്മെന്റ്സിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇൻക്രീസിങ് ദ സ്പീഡ് അല്ലെ, റെഗുലർ സ്പിൻഡിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താണ് ഹൈ സ്പീഡ് മില്ലിംഗ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. ഇനി സ്ലോട്ടിങ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തന്നു. ഒരു ഫേസ് മില്ലിംഗ് ഓപ്പറേഷനിൽ നമ്മൾ താഴോട്ടേക്ക് ഒരു മെഷീനിങ് അല്ലേ, താഴോട്ടേക്ക് ഒരു സ്ലോട്ട് ചെയ്യുന്ന മെഷീൻ, അതൊരു സ്ലോട്ടിങ് അറ്റാച്ച്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സ്ലോട്ടിങ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മില്ലിംഗ് മെഷീനിന് ഒരു സ്ലോട്ടിങ് ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കൺവേർഷൻ, അതിനാണ് സ്ലോട്ടിങ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ജസ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, അതാണ് ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, റോട്ടറി അറ്റാച്ച്മെന്റ്, സ്ലോട്ടിങ് അറ്റാച്ച്മെന്റ്. ഓക്കെ, നമുക്ക് ഈ അറ്റാച്ച്മെന്റ് എന്നുള്ള വേർഡ്, മെഷീൻ അറ്റാച്ച്മെന്റ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ? ഇസ് ദർ എനി കൺഫ്യൂഷൻ വാട്ട് ഈസ് അറ്റാച്ച്മെന്റ്? ഓക്കെ, റൈറ്റ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മില്ലിംഗ് അറ്റാച്ച്മെന്റ്, സെവറൽ മില്ലിംഗ് അറ്റാച്ച്മെന്റ് എന്നാണ് പറയാം. Out of this vertical milling attachment, universal milling attachment, high speed milling attachment, ഇതൊക്കെയാണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. റോട്ടറി ടേബിൾ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ടേബിൾ ഓൾറെഡി നമുക്ക് ഒരു ഫിക്സഡ് വർക്ക് പീസ് മൗണ്ടഡ് ഓൺ എ ടേബിൾ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഈ അറ്റാച്ച്മെന്റ് വരുന്ന സമയത്ത് ദിസ് സ്പിൻഡിൽ ആക്സിസ് ഒന്ന് റൈറ്റ് ആംഗിൾസിൽ ടോട്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതിനാണ് നമ്മൾ റോട്ടറി ടേബിൾ അറ്റാച്ച്മെന്റ് എന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, റൈറ്റ്. നമുക്ക് ഇൻഡെക്സിങ് ഹെഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇൻഡെക്സിങ് ഹെഡ് അറ്റാച്ച്മെന്റ് പറയാം. ഓക്കെ, റൈറ്റ്. ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ? ഇസ് ദർ എനി ഡൗട്ട്? അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ്, ഫേസ് മില്ലിംഗ്, അല്ലെങ്കിൽ പെരിഫറൽ മില്ലിംഗ് ആൻഡ് ഫേസ് മില്ലിംഗ്. ഓക്കെ, യു ക്യാൻ സേ ഇറ്റ് ലൈക്ക് ദാറ്റ്. ദീസ് ആർ മെത്തേഡ്സ് ഓഫ് മില്ലിംഗ്. ഓക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് മില്ലിംഗ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് മില്ലിംഗ് ഓപ്പറേഷൻസ് പഠിക്കാം. ഓക്കെ, ഓക്കെ സർ. ഓക്കെ സർ.